ഈ ചെറിയ വണ്ടി ഒരെണ്ണം വാങ്ങിയിട്ട് ഫ്രണ്ടിൽ പ്ലെയിനിലുള്ളതുപോലെ ബിസിനസ് ക്ലാസ് സീറ്റുകളാണ്. ചാരി കിടക്കാം, അതിനകത്ത് ടി വി ഉണ്ട്, ഓരോ സീറ്റിലും ടി വി ഉണ്ട്, വൈഫൈ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പുറകോട്ട് പോകുമ്പോൾ സാധാരണ ക്ലാസ് സ്ലീപ്പർ പുഷ് ബാക്ക് സീറ്റാണ്. അവിടെ പാട്ടൊക്കെ കേൾക്കാം. പക്ഷേ ഈ ഫ്രണ്ട് സീറ്റിൽ ഹെഡ്ഫോൺ വെച്ച് സിനിമ കാണാനും അതിനകത്ത് സിനിമകൾ ഫീഡ് ചെയ്ത് വയ്ക്കാനും, ഒരു ഫ്ലൈറ്റിനകത്ത് എമിറേറ്റ്സിൻ്റെ വിമാനത്തിൽ ബിസിനസ് ക്ലാസ്സിൽ എന്ത് കിട്ടുമോ അത് KSRTC ബസ്സിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ കിട്ടും. അങ്ങനെ ഒരു ബസ് എടുത്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക്, തിരുവനന്തപുരത്ത് എങ്ങ് നിർത്തൂല, നിർത്തുന്നത് പരമാവധി നിർത്തിയാൽ കൊല്ലം ടൗണിൽ നിർത്തും, ബസ് സ്റ്റാൻഡിൽ കയറൂല, ആലപ്പുഴ നിർത്തും, നേരെ പോകും. ലൈറ്റ്നിങ് പോകുന്ന പോലെ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത്, വന്ദേ ഭാരത് പോകുന്ന പോലെ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് നിർത്തിക്കൊണ്ട് നേരിട്ട് ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒറ്റ പിടിയിലാണ്. വിട്ടാൽ 3-3.5 മണിക്കൂർ കൊണ്ട്, ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, 3-3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എറണാകുളത്ത് എത്തും. അപ്പോൾ ഒരു കാർ എടുത്ത് ആളിന് പോകേണ്ടതില്ല. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോയി സർജറി ചെയ്ത് മടങ്ങി വരുന്ന ഡോക്ടർമാരുണ്ട്. വൈകിട്ട് രാവിലെ വന്ദേ ഭാരതി പോകും, തിരിച്ചു വരാൻ പ്രയാസം. നമ്മൾ അങ്ങോട്ട് രാവിലെ ഒരു വണ്ടി പോകും, ആ വണ്ടി ക്ലീൻ ചെയ്ത് അവിടെ വിശ്രമിക്കും. വൈകിട്ട് ആളുകളെ 5 മണിക്ക് ശേഷം ഹൈക്കോടതിയിലും മറ്റും പോകുന്ന വക്കീലന്മാരെയും ഡോക്ടർമാരെയും എല്ലാം കയറ്റിക്കൊണ്ട് നമ്മൾ തിരിച്ച് 9 മണിക്ക് മുമ്പേ സാധനം തിരുവനന്തപുരത്ത് എത്തിക്കും. ഇത്തരത്തിലൊരു നോൺ സ്റ്റോപ്പ് ബസ് നമ്മുടെ പ്ലാനുണ്ട്. വണ്ടി കഴുകാതെ പോകരുത്. ഈ വാങ്ങിയ പുതിയ വണ്ടികളെല്ലാം കഴുകി വൃത്തിയാക്കിയിരിക്കണം. വണ്ടി കഴുകാതെ പോയാൽ ADയുടെ പേരിലും നടപടി ഉണ്ടാവും. അതിന് വേറെ താഴോട്ട് ആരാ എന്തുവാന്നൊന്നും ചോദിക്കത്തില്ല, എടുക്കത്തില്ല, തിരിച്ച് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല.